മന്ത്രി വീണ ജോർജിന് കുവൈറ്റിലേക്ക് പോകാൻ യാത്രാനുമതി നിഷേധിച്ച കേന്ദ്ര നിലപാടിനെതിരെ കേരളം പ്രതിഷേധം അറിയിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. അനുമതി നിഷേധിക്കപ്പെട്ടത് ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമെന്ന കത്തിൽ ചൂണ്ടിക്കാട്ടി. ബിനോയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. ബിനോയ്, ഇത് വലിയ രീതിയിൽ ചർച്ചയായ ഒരു കാര്യമാണ്. ഇപ്പോഴിതാ നിയമസഭയിലും ഇക്കാര്യം ഉന്നയിച്ചിരിക്കുകയാണ്. എന്തായാലും കേന്ദ്രത്തെ നിലപാട് അറിയിച്ചിരിക്കുകയാണ് കേരളം. എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി കത്തിലൂടെ അറിയിക്കുന്നത്? ഇന്ന് നിയമസഭയിൽ കുവൈറ്റിൽ മരണമടഞ്ഞവരുടെ സ്മരണ പുതുക്കുന്നതിന് തൊട്ട് മുമ്പാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്ത് അയച്ചത്. അതായത് വീണ ജോർജിനെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ കുവൈറ്റിലേക്ക് അയക്കാൻ തീരുമാനിച്ചത് അടിയന്തര മന്ത്രിസഭാ യോഗമാണ്. അവിടെ മറ്റു രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പ്രത്യേകിച്ചും അവിടെ അപകടത്തിൽപ്പെട്ട് കഴിയുന്നവർക്കും അതുപോലെ തന്നെ ഈ മലയാളികളെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവിടെ ഉള്ള എംബസി അംഗങ്ങളെയും ഒപ്പം കേന്ദ്ര മന്ത്രിയെയും സഹായിക്കുന്നതിന് വേണ്ടി കൂടിയാണ് വീണ ജോർജിനെ അവിടേക്ക് കുവൈറ്റിലേക്ക് അയക്കാൻ തീരുമാനിച്ചത്. എന്നാൽ പൊളിറ്റിക്കൽ ക്ലിയറൻസിന്റെ പേരിൽ അവരുടെ യാത്ര മുടക്കിയതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. അത് ദൗർഭാഗ്യകരമായ സംഭവമായി പോയി. ഇന്ത്യയുടെ തന്നെ ഫെഡറൽ സംവിധാനത്തിന് വലിയ തരത്തിൽ ഒരു മുറിവേൽക്കുന്ന നടപടിക്രമമാണെന്നും മുഖ്യമന്ത്രി കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യരെ സഹായിക്കുക എന്ന ലക്ഷ്യമാണ് വേണ്ടത്. അതിൽ നിന്നും പിന്നോക്കം പോയതിൽ വലിയ ദുഃഖമുണ്ടെന്നും കത്തിൽ പറയുന്നു. മറ്റൊരു കാര്യം, ഇത്തരത്തിൽ കത്ത് എഴുതുന്നതിന് മുമ്പ് തന്നെ ഇന്ന് നിയമസഭയിൽ ചേരുന്ന സ്മരണ പുതുക്കൽ, അതായത് കുവൈറ്റിൽ മരണമടഞ്ഞവരുടെ സ്മരണ പുതുക്കൽ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ കേന്ദ്ര നിലപാടിനെ ശക്തിയുക്തം വിമർശിച്ചിരുന്നു. ഇത്തരം നടപടിക്രമങ്ങൾ യോജിച്ചതല്ല. കാരണം മലയാളികൾക്ക് എപ്പോഴും കൈത്താങ്ങായി നിൽക്കേണ്ട കേന്ദ്ര മന്ത്രിസഭയും സംസ്ഥാന മന്ത്രിസഭകളുമാണ്. അത് മന്ത്രിസഭ എടുത്ത ഒരു തീരുമാനത്തെ അതിന് പുച്ഛി തള്ളുകയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുണ്ടായത്. ഈ നടപടിക്രമങ്ങൾ ദൗർഭാഗ്യകരമാണെന്ന് പ്രതിപക്ഷവും ആരോപിച്ചിട്ടുണ്ട്. മന്ത്രി വീണ ജോർജിന് കുവൈറ്റിലേക്ക് പോകാൻ യാത്രാനുമതി നിഷേധിച്ച കേന്ദ്ര നിലപാടിനെതിരെയാണ് കേരളം ഇപ്പോൾ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ്.